ആലപ്പുഴ ജില്ലയിലും കനത്ത മഴയാണ്. ഹരിപ്പാട് എടത്വ റൂട്ടിൽ വിയപുരം റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് KSRTC സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ആലപ്പുഴ മാന്നാർ പരിമല പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന കുരട്ടിക്കാട് കോട്ടക്കൽ കടവ് പാലം പരിമല റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. മനീഷ് മഹിപാൽ വിവരങ്ങളും വച്ചിരുന്നു. മനീഷ്, കുട്ടനാടക്കമുള്ള മേഖലകൾ ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ കൊടും ദുരിതത്തിൽ പോയി പെടുന്നതാണ്. ഈ പെരുമഴയിൽ മേഖലയുടെ അവസ്ഥകൾ എങ്ങനെയാണ് മനീഷ്? ആഷ്മി, കടൽ ജലനിരപ്പിനേക്കാൾ താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. പ്രത്യേകിച്ചും പെയ്ത്ത് വെള്ളമാണ്. അതായത് അവിടെ ഈ പെയ്യുന്ന വെള്ളത്തിനേക്കാൾ കൂടുതൽ ഈ അവിടേക്ക് ഒഴുകിയെത്തുന്ന കിഴക്കൻ വെള്ളം, പ്രത്യേകിച്ചും ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ പെയ്യുന്ന മഴ, അത് മീനച്ചിലാർ, മണിമലയാർ, പമ്പ തുടങ്ങിയ നദികളിലൂടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിയാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നത്. ഇപ്പോൾ മഴയുടെ കൂടി ശക്തി പ്രാപിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അടുത്ത 3 മണിക്കൂർ നേരത്തേക്ക് ആലപ്പുഴ ജില്ലയ്ക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ പൊഴി മുറിച്ചാണ് നിലവിൽ കുട്ടനാട് അടക്കമുള്ള കിഴക്കൻ ഗ്രാമങ്ങളിലെ വെള്ളം അറബിക്കടലിലേക്ക് ഒഴുക്കി വിടുന്നത്. പക്ഷേ കാര്യമായ രീതിയിൽ നീരൊഴുക്ക് തുടങ്ങിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം ഈ വെള്ളം ഈ ലീഡിംഗ് ചാനലിലും സ്പിൽവേ കനാലിലും ജലനിരപ്പ് കുറവാണ്. ഇവിടെ എക്കലും മണലും അടിഞ്ഞു കൂടിയതിനാൽ നീരൊഴുക്ക് കുറവാണ്. ലീഡിംഗ് ചാനലിൽ 5 വർഷം മുൻപ് ആഴം കൂട്ടൽ തുടങ്ങിയെങ്കിലും പാതി വഴി നിലച്ചു. ഒപ്പം തന്നെ ഈ കൂടുതൽ എക്യുപ്മെന്റ്സ് കൊണ്ടുവന്ന് അടക്കം ആഴം കൂട്ടിയാൽ മാത്രമേ ആ രീതിയിൽ വെള്ളം നിലവിലെത്തുന്ന രീതിയിൽ ഒഴുകി പോവുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാതെ അത് അറബിക്കടലിലേക്ക് ഒഴുകി പോവുകയുള്ളൂ. നിലവിൽ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഓരോ മണിക്കൂറിലും ഉയർന്നു വരുന്നു എന്ന കണക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് വലിയ രീതിയിൽ, അതായത് ആലപ്പുഴയിൽ AC റോഡ്, ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് 25 കിലോമീറ്റർ ഉള്ളതാണ്. AC റോഡിൽ വെള്ളം കയറിയിട്ടില്ല. പക്ഷേ AC റോഡ് അല്ലാത്ത പ്രധാനപ്പെട്ട കുട്ടനാട്ടിലെ റോഡുകളിലൊക്കെ തന്നെ വെള്ളം കയറി KSRTC സർവീസുകളൊക്കെ തന്നെ താറുമാറായി. അത്തരത്തിലുള്ള പല സർവീസുകളും താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് തായങ്കരി, മുട്ടാർ വഴി എടത്തുവിലേക്കുള്ള KSRTC സർവീസുകൾ നിലവിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഹരിപ്പാട് വിയപുരം റൂട്ടിലെ KSRTC ബസ് നിർത്തിവെച്ചിട്ടുണ്ട്. പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. അമ്പലപ്പുഴ തിരുവല്ല റോഡുണ്ട്, സംസ്ഥാന പാതയാണ്. അവിടെയും പല സ്ഥലങ്ങളിലും വെള്ളം കയറി വാഹനങ്ങൾ, അതായത് ഇരുചക്ര വാഹനങ്ങളും മറ്റ് ചെറിയ വാഹനങ്ങൾക്കും പോകാൻ കഴിയില്ല. വലിയ ബസ് പോലുള്ള വാഹനങ്ങൾക്ക് നിലവിൽ പോകാൻ കഴിയും. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം അവിടെയും അതാണ് അവസ്ഥ. ആലപ്പുഴ ജില്ലയിലെയും അവസ്ഥ മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമല്ല. മാത്രമല്ല കുറച്ചുകൂടി കൂടുതൽ കടുക്കും കുട്ടനാടക്കമുള്ള മേഖല, ഒഴുകി വരുന്ന വെള്ളത്തിന്റെ പ്രശ്നം. മൊത്തത്തിൽ ഈ പറഞ്ഞ ദുരിതപ്പാടാണ് മനുഷ്യർക്ക്.